ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൃപയുടെ നീർച്ചാലുകൾ ശുശ്രൂഷകളിലേക്ക് പ്രിയപ്പെട്ടവരെ സ്വാഗതം. ഇത് ദൈവം ഒരുക്കുന്ന അവസരം, വചനം കേൾക്കുവാനായി ദൈവം നമുക്ക് തരുന്ന അവസരം, ദൈവവചനം നമ്മുടെ സമീപത്തേക്ക് എത്തുന്ന നിമിഷം. ഈ നിമിഷത്തെ നമുക്ക് ഹൃദയം തുറന്ന് സ്വീകരിക്കാം, പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കാം. ദൈവമേ, എനിക്ക് ഈ വചനം മനസ്സിലാക്കാനുള്ള കൃപയും ശക്തിയും തരണമേ. 2 വചനഭാഗം നമ്മൾ കേൾക്കാൻ വേണ്ടി പോകുകയാണ്. യേശു തന്നെ തിരുത്തി പറയുന്നത് പോലെ നമുക്ക് തോന്നുന്ന, എന്നാൽ അങ്ങനെയല്ല. അവിടുന്ന് മാറ്റമില്ലാത്ത ദൈവമാണ്, സർവജ്ഞാനിയായ ദൈവമാണ്. അവിടുന്ന് ഒരിക്കലും മാറ്റി പറയുന്നില്ല. ഈ 2 വചനഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ വായിക്കുന്നത് അപ്പസ്തോല പ്രവർത്തനങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വചനം, 3-ാമത്തെ വചനം, അതിങ്ങനെയാണ് പോകുന്നത്. അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത്. എന്നിൽ നിന്ന് കേട്ട പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങൾ കാത്തിരിക്കുവിൻ. നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത്. നിങ്ങൾ ജെറുസലേമിൽ തന്നെ ആയിരിക്കണം. ഒരു തരത്തിലും നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത്. എന്നാൽ ഇതേ കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ്. മർക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിൽ നോക്കൂ, ആ വചനവും കൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് പതിപ്പിക്കാം. മർക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വചനത്തിൽ നോക്കൂ. എല്ലായിടത്തും പോയി പ്രസംഗിക്കുകയും കർത്താവായ യേശു സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് അവരോട് പറയുകയാണ്. 16-ാം അധ്യായം, മർക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ തിരുലിഖിതം. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുകയും. നിങ്ങൾ ഭൂമിയിലൊക്കെയും പോയി, ഭൂലോകമൊക്കെയും പോയി. നോക്കുക വചനം എങ്ങനെ പറയുന്നത്? മർക്കോസ് 16:15. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുകയും. അപ്പോൾ അപ്പസ്തോല പ്രവർത്തനം 1:4 പറയുന്നു, നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത്. ഇതാ വീണ്ടും ഈശോ പറയുന്നു, മർക്കോസ് 16:15, നിങ്ങൾ ഭൂലോകമൊക്കെയും പോവുക. എന്താണ് ഈ വചനത്തിൻ്റെ അർത്ഥം? എന്തുകൊണ്ടാണ് ആദ്യം പോകരുതെന്നും എന്തുകൊണ്ടാണ് രണ്ടാമത് പോകണമെന്നും യേശു തന്നെ വ്യക്തമാക്കി പറയുന്നത്? ഷാലോം TV-യിലൂടെ കൃപയുടെ നീർച്ചാലുകൾ നിങ്ങൾ ശുശ്രൂഷ ഇന്ന് പങ്കെടുക്കുമ്പോൾ ഈ ഒരു വലിയ ചോദ്യത്തിൻ്റെ ഉത്തരം ഒരുപാട് ജീവിതത്തിലെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ട് മാറും. ഇതിനിടയിൽ സംഭവിച്ചത് എന്താണ്? ഇതിനിടയിൽ സംഭവിച്ചത് 2 കാര്യമാണ്. ഒന്ന്, യേശുവിൻ്റെ ക്രൂശിലെ മരണം. യേശുവിൻ്റെ ക്രൂശിലെ മരണം, യേശുവിൻ്റെ പുനരുദ്ധാനം, യേശുവിൻ്റെ നരക സാമ്രാജ്യത്തിന്മേൽ ഈശോ ഏറ്റെടുത്ത വലിയ വിജയം. അതാണ് ഒന്നാമത് സംഭവിച്ചത്. രണ്ടാമത് സംഭവിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനമാണ്. ഇതാ പരിശുദ്ധാത്മാവ് 2-ാം അധ്യായം അപ്പസ്തോല പ്രവർത്തനത്തിൽ അവരുടെ നടുവിലേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ ഇത് രണ്ടും സംഭവിക്കാതെ നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത്. പോയിട്ട് കാര്യമില്ല. ഇത് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അവിടുന്ന് പറയുകയാണ്, നിങ്ങൾ ഭൂലോകമൊക്കെയും പോകുകയും, ഭൂലോകത്തിലൊക്കെയും പോകുകയും. അപ്പോൾ എന്താണ് ആദ്യത്തെ കാര്യം? യേശുവിൻ്റെ ക്രൂശിലെ മരണം, യേശുവിനെ അടക്കി അവിടുന്ന് ഇതാ പുനരുദ്ധാനം ചെയ്തു. ആ മരണ അടക്ക പുനരുദ്ധാന സ്വർഗാരോഹണത്തിനിടയിൽ പൈശാചിക ശക്തികളുടെ മേൽ, പ്രത്യേകിച്ച് 4 മേഖലകളുടെ മേൽ കർത്താവ് എടുത്ത വിജയം. അതാണ് ഇന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത്. ഏതൊക്കെ മേഖലയുടെ മേലാണ് കർത്താവ് വിജയം കൊണ്ടാടിയെന്നറിയാമോ? അതാണ് നമ്മൾ എഫെസോസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വചനത്തിൽ വായിക്കുന്നത്. ഇത് മർക്കോസ് സുവിശേഷത്തിലും മത്തായി സുവിശേഷത്തിലുമുള്ള അതേ ചിന്ത തന്നെയാണ്. എന്നാൽ നമ്മൾ വീണ്ടും അത് വായിക്കുന്നത് എവിടെയാണെന്നറിയാമോ? അപ്പസ്തോല പ്രവർത്തനത്തിലല്ല, എഫെസോസ് 1:21. അവിടെ 4 മേഖലയുടെ മേൽ യേശു അത്യുന്നതനാക്കി ഈശോയെ പിതാവായ ദൈവം ഇരുത്തി എന്ന് പറയുന്നു. ഏതൊക്കെയാണ് ആ 4 മേഖലകൾ? 1, അധികാരങ്ങളുടെ മേലാണ്. 2, ആധിപത്യങ്ങളുടെ മേലാണ്. 3, ശക്തികളുടെ മേലാണ്. 4, പ്രഭുത്വങ്ങളുടെ മേലാണ്. അപ്പോൾ ഉദ്ധിതനായ ക്രിസ്തു അവരെ സമീപിച്ച് പറയുന്നതാണ് മർക്കോസ് സുവിശേഷം 16:15 നമ്മൾ കണ്ടത്, നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം പോവുക. എന്നാൽ ഉദ്ധിതനായ ക്രിസ്തുവിന് മുമ്പ് പരശുശ്രൂഷ ഈശോ ഈ ഭൂമി വന്ന് ചെയ്യുമ്പോൾ പിശാചു എന്ന് പറഞ്ഞ പദം ഓർമ്മയുണ്ടല്ലോ, മുഴുവൻ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഓൾ അതോറിറ്റി ഈസ് ഗിവൺ അൺടു മീ. എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. നീ എന്നെ വണങ്ങി നമസ്കരിച്ചാൽ ഇത് മുഴുവൻ ഞാൻ നിനക്ക് തിരിച്ചു തരാം.
അപ്പോൾ ഇതാ പിശാച് പറയുകയാണ്, എല്ലാ അധികാരവും പിശാചിന് നൽകപ്പെട്ടിരിക്കുന്നു. പിശാചിനെ വണങ്ങി നമസ്കരിച്ചാൽ പിശാച് അധികാരത്തെ ഈശോയ്ക്ക് കൊടുക്കുമെന്ന് പറയുകയാണ്. എന്നാൽ ഉദ്ധിതനായവൻ ഇതാ മരണത്തിന് മേൽ വിജയമേറ്റെടുത്ത്, പാതാളത്തിന് മേൽ വിജയമേറ്റെടുത്ത് സർവജയാളിയായി നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുമ്പോൾ അവിടെ നമ്മോട് പ്രഖ്യാപിക്കുന്നു, ഇതാ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. All authority in heaven and earth is given unto me. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എന്താ നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കേണ്ടത്? ഈശോയുടെ ക്രൂശിലെ അതിദാരുണമായ പീഡാസഹനം നമുക്ക് തുറന്നു തന്നത് ഈ 4 മേഖലയിലുള്ള സമ്പൂർണ്ണ ആധിപത്യമാണ്. ഏത് മേഖലയിലാണ്? അധികാരങ്ങളുടെ മേൽ, ആധിപത്യങ്ങളുടെ മേൽ, ശക്തികളുടെ മേൽ, പ്രഭുത്വങ്ങളുടെ മേൽ, ഈ 4 മേഖലയുടെ മേൽ വൻ വിജയം നമുക്ക് കർത്താവ് തന്നിരിക്കുക. അതുകൊണ്ടാണ് ഉദ്ധിതനായ ശേഷം ശക്തികളുടെ മേൽ, പ്രഭുത്വങ്ങളുടെ മേൽ, അധികാരങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിച്ച ശേഷം അവിടുന്ന് ശിഷ്യന്മാരോട് പറഞ്ഞത്, ഇനി നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം പോകുവേ. ഇനി രണ്ടാമത്തെ കാരണം പറയാം. ഞാൻ ആദ്യം പറഞ്ഞു, യേശുവിൻ്റെ ക്രൂശിലെ മരണം ജനനമല്ല, മരണം, അടക്കം, പുനരുത്ഥാനം, സ്വർഗാരോഹണം. ഇത് കഴിയുന്നത് വരെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. രണ്ടാമത്തെ എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവിൻ്റെ ആഗമനമാണ്. ഉദ്ധിതനായവൻ 40 ദിവസം അവരോട് കൂടെ ഉണ്ടായിരുന്നു. പല സ്ഥലങ്ങളിൽ വെച്ച് അടച്ചിട്ട മുറിക്കകത്ത് വാതിലടച്ചിരിക്കുമ്പോൾ അവിടുന്ന് സമാധാനം എന്ന് പറഞ്ഞ് പ്രത്യക്ഷനായി. കടൽക്കരയിൽ അവിടുന്ന് പ്രത്യക്ഷനായി. തീന്മേശക്കരികിൽ വെച്ച് അവിടുന്ന് പ്രത്യക്ഷനായി. വഴിയിൽ വെച്ച് എമൗസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് അവിടുന്ന് പ്രത്യക്ഷനായി. താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനേക ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് തെളിയിച്ചു കൊടുത്തു. ഇതെല്ലാം നമ്മൾ അപ്പസ്തോല പ്രവൃത്തിയുടെ ആരംഭത്തിലും സുവിശേഷങ്ങളുടെ അവസാനവും കാണുന്നു. എന്നാൽ ഇതെല്ലാം പ്രാപിച്ചിട്ടും ഇതെല്ലാം കണ്ടിട്ടും അവർക്ക് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാതെ, ഇതൊന്നും ചെയ്യാൻ കഴിയാതെ പേടിച്ചവരായി, ക്ഷീണിച്ചവരായി, തളർന്നവരായി, തകർന്നവരായി, തീർന്നവരായി നമ്മൾ ശിഷ്യന്മാരെ കാണുകയാണ്. അതുകൊണ്ട് ഈശോ അവരോട് പറയുകയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദാനത്തിന് വേണ്ടി കാത്തിരിക്കണം. ഈശോയുടെ സ്വർഗാരോഹണവും പരിശുദ്ധാത്മാവിൻ്റെ ആഗമനവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഒന്നുകൂടെ പറയും, ഈശോയുടെ സ്വർഗാരോഹണവും പരിശുദ്ധാത്മാവിൻ്റെ ആഗമനവുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഈശോയുടെ സ്വർഗാരോഹണം നടന്നിട്ടല്ലാതെ പരിശുദ്ധാത്മാവ് വരികയില്ലെന്ന് യേശു പറയുകയാണ്. ഈശോയുടെ സ്വർഗാരോഹണം നടന്നിട്ടില്ലാത്തത് കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനവും നടന്നിട്ടില്ലായിരുന്നു. സോ ഈശോയുടെ സ്വർഗാരോഹണവും പരിശുദ്ധാത്മാവിൻ്റെ ആഗമനവും ബന്ധിക്കപ്പെട്ട് നിൽക്കുകയാണ്. ഈശോ പറയാണ്, ഞാൻ പോവുകയാണ്, പിതാവിൻ്റെ അടുക്കലേക്ക് ഞാൻ പോവുകയാണ്. ഞാൻ പോയി മറ്റൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് അയച്ചു തരും. ആരാണ് ആ കാര്യസ്ഥൻ? ആ കാര്യസ്ഥനാണ് പരിശുദ്ധാത്മാവ്. സോ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ ഇന്ന് എല്ലാവർക്കുമായിട്ട് അയച്ചു തന്നിരിക്കുകയാണ്. സോ ഇന്ന് ഇതിപ്പോൾ എന്തിനാണ് ഞാൻ നിങ്ങളോട് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇന്ന് ഈ 2 പ്രതിസന്ധികളും, യേശുവിൻ്റെ മരണം നടന്നില്ല എന്ന പ്രതിസന്ധിയും പരിശുദ്ധാത്മാവ് വന്നില്ല എന്ന പ്രതിസന്ധിയും ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന സമയത്ത് നിലവിലില്ല. പരിശുദ്ധാത്മാവിനെ അളവില്ലാതെ പിതാവായ ദൈവം പകർന്നിരിക്കുന്നു. ഇതാ ഈശോയുടെ സ്വർഗാരോഹണം മഹാശക്തിയോടെ വ്യാപിക്കുന്നു. അപ്പം ഇത് രണ്ടുമാണ്. സ്വർഗാരോഹണം ചെയ്ത ഈശോയും ഉയരത്തിൽ നിന്ന് വന്ന പരിശുദ്ധാത്മാവുമാണ് ഇന്ന് നമ്മളുടെ ചിന്തയിലേക്ക് വരേണ്ടത്. ഒന്ന്, മരണത്തെ വിജയിച്ച് സ്വർഗത്തിലേക്ക് കയറിപ്പോയ സ്വർഗാരോഹണം ചെയ്ത നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. 2, ഉയരത്തിൽ നിന്നിറങ്ങി വന്ന് അളവില്ലാതെ നമ്മളിലേക്ക് പരിശുദ്ധാത്മാവിനെ പകരുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. അപ്പോൾ ഇത് രണ്ടും നമ്മളിൽ നിന്ന് സജീവമായതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് വലിയ കാര്യങ്ങൾ കാണാനും ചെയ്യാനും കഴിയും. ഇതാണ് യേശു വ്യക്തമായിട്ട് ശിഷ്യന്മാരെ മർക്കോസ് സുവിശേഷം 16:16 നിയോഗിച്ചയക്കുമ്പോൾ അവരോട് പറയുന്നത്, എൻ്റെ നാമത്തിൽ നിങ്ങൾ പിശാചുക്കളെ ബഹിഷ്കരിക്കും, എൻ്റെ നാമത്തിൽ നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കും, എൻ്റെ നാമത്തിൽ നിങ്ങൾ മരിച്ചവരെ ഉയർപ്പിക്കും, എൻ്റെ നാമത്തിൽ ഇതെല്ലാം നിങ്ങൾ ചെയ്യും. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൽ 18 മുതലുള്ള വചനത്തിൽ ഈശോ അവരെ സമീപിച്ച് പറഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ആകയാൽ നിങ്ങൾ പുറപ്പെടുക.
അപ്പം നമ്മളിന്ന് പുറപ്പെടുമ്പോൾ, നമ്മളിന്ന് എന്തെങ്കിലും ചെയ്യുമ്പം 2 കാര്യം നമ്മുടെ മനസ്സിലേക്ക് വരണ്ടേ. 1, ഉദ്ധിതനായവൻ എന്നോടൊപ്പം ഉണ്ട്. 2, ഉയരത്തിൽ നിന്ന് അയക്കപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ കൂടെയുണ്ട്. 3, ഇത് മുഴുവൻ പ്ലാൻ ചെയ്തിരിക്കുന്ന, എൻ്റെ ജീവിതത്തിൽ നിറപടിയായി നിവർത്തിക്കപ്പെടണമെന്ന് പദ്ധതി ഒരുക്കിയിരിക്കുന്ന ഒരു പിതാവ് എന്നോടൊപ്പം ഉണ്ട്. ഹല്ലേലൂയ. ഈശോയുടെ പുനരുത്ഥാനം പിതാവിൻ്റെ പദ്ധതിയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം പിതാവിൻ്റെ പദ്ധതിയാണ്. പദ്ധതി ഒരുക്കിയ പിതാവും ഉദ്ധിതനായ ക്രിസ്തുവും ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവും നിങ്ങളിൽ സജീവമാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്കിന്ന് നിരാശപ്പെടാൻ കഴിയാത്തത്. അതുകൊണ്ടാണ് നിരാശ നിങ്ങളെ വിഴുങ്ങാത്തത്. നാനാവിധ പ്രതിസന്ധികൾ 4 വശത്ത് നിന്ന് ഞെരുങ്ങുമ്പോഴും അതിൻ്റെ മുകളിലൂടെ ഭാരമില്ലാത്ത ഒരു വ്യക്തിയെപ്പോലെ നടന്നു പോകാൻ കഴിയുന്നത് യാദർശികമാണെന്നാണോ ചിന്തിക്കുന്നത്? ഒരിക്കലും യാദർശികമല്ല. ലോകമനുഷ്യൻ മരണത്തിലേക്കും റെയിൽവേ ട്രാക്കിലെ ആത്മഹത്യയിലേക്കും കൊലപാതകത്തിലേക്കും നീങ്ങുമ്പോൾ അതേ പ്രതിസന്ധിയുള്ള നിങ്ങൾ പുഞ്ചിരിച്ച് അഭിഷേകത്തിൽ നിറഞ്ഞ് കൃപയിൽ നിറഞ്ഞ് ദൈവശക്തിയിൽ നിറഞ്ഞ് ഈ കാര്യങ്ങളെ നേരിടുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? പദ്ധതി ഒരുക്കിയ ഒരു പിതാവിലുള്ള ഉറപ്പ്, ഉദ്ധാനം ചെയ്ത ക്രിസ്തുവിൻ്റെ മഹത്വത്തിലുള്ള തിരിച്ചറിവ്, ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്തിലുള്ള ഉറപ്പ്. ഇതാണ് നമ്മൾ പിടിച്ചു നിൽക്കാൻ കാരണം. മറ്റൊന്നുമില്ല. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും ഇതാ നിഷ്കാസനം ചെയ്ത് അവയുടെ മേൽ വിജയം കൊണ്ടാടിയ ക്രിസ്തുവിൻ്റെ മഹത്വത്തിൻ്റെ ശക്തിയാണ് നമുക്ക് അനുകൂലമായി വ്യാപിക്കുന്നത്. ഇത് വ്യാപിക്കുന്നത് കൊണ്ടാണ് നമ്മൾ പരാജയത്തിന് മേളിൽ കർത്താവിൻ്റെ മഹത്വത്തെ കാണുന്നത്. ഞാൻ ആവർത്തിച്ചുറപ്പിച്ച് പറയട്ടെ, ഇന്ന് ഈ നിമിഷത്തിൽ നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ നിറയണം. എന്താ പരിശുദ്ധാത്മാവിൽ നിറയണം? എന്തിനാ പരിശുദ്ധാത്മാവിൽ നിറയേണ്ടത്? പരിശുദ്ധാത്മാവ് നമുക്ക് അവൈലബിളാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മെ നിറയ്ക്കാൻ സജീവമായി നമ്മുടെ അടുക്കലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയണം. കിട്ടും, വരും, തന്നേക്കാം, നോക്കാം, ഇങ്ങനെ പറയുന്ന ഒരു പ്രോമിസ് അല്ല പരിശുദ്ധാത്മാവ്. പിന്നെ എന്താ പരിശുദ്ധാത്മാവ്? പരിശുദ്ധാത്മാവ് എന്ന ദാനം കൊണ്ട് ദൈവം നമ്മുടെ ഹൃദയത്തെ നിറച്ചിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, സടകുടം എഴുന്നേൽക്കാൻ സമയമായി. എൻ്റെ പ്രിയപ്പെട്ടവരെ, അഭിഷേകത്തിൽ നിറയാൻ സമയമായി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ശക്തിയിൽ ഉണരാൻ സമയമായി. ഒന്നിനും തളർത്താനും തകർക്കാനും കഴിയാത്തൊരഭിഷേകമാണ് ദൈവം നിങ്ങളിൽ അയച്ചിരിക്കുന്നത്. ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ സാഹചര്യത്തിൽ കാണുക. പദ്ധതി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു പിതാവ്, ഉദ്ധാനം വഴി പൂർണ്ണ ശക്തനായി നിങ്ങളിൽ വസിക്കുന്ന പുത്രൻ, ഇതാ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ്. അപ്പോൾ ആദ്യം അവരോട് പറയുന്നു, നിങ്ങൾ ഡു നോട്ട് ഡിപ്പാർട്ട് ഫ്രം ജെറുസലേം, നിങ്ങൾ ജെറുസലേമിൽ നിന്ന് പോകരുത്. അതേ കർത്താവ് തന്നെ അവരോട് പറയുന്നു, നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം പോകണം. അപ്പോൾ ഇതിനിടെ സംഭവിച്ചത് എന്താണ്? ഇതിനിടെ സംഭവിച്ചതിനെ വ്യക്തമായിട്ട് പറയാം. ഓരോ കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ വരേണ്ട 3 ധാരണകളുണ്ട്. എല്ലാ പദ്ധതികളും ഒരുക്കിയ ഒരു പിതാവ് എന്നോടൊപ്പമുണ്ട്. ഉദ്ധിതനായി ജയാളിയായ ക്രിസ്തു എന്നിലിരിക്കുന്നു. പരിശുദ്ധാത്മാവെന്ന മഹാശക്തി എന്നിൽ സജീവമായിരിക്കുന്നു. അങ്ങനെ പദ്ധതി ഒരുക്കിയ പിതാവും ഉദ്ധിതനായ ക്രിസ്തുവും പരിശുദ്ധാത്മാവും എന്നിൽ സജീവമായിരിക്കുന്നത് കൊണ്ട് ഈ കാര്യമെന്നല്ല, ഏത് കാര്യവും എനിക്ക് ചെയ്യുവാൻ കഴിയും. നിരാശ വരാഞ്ഞിട്ടല്ല ഞാൻ നിങ്ങളും റെയിൽവേ ട്രാക്ക് അന്വേഷിക്കാത്തത്. പ്രശ്നങ്ങളില്ലാഞ്ഞിട്ടല്ല ഞാൻ നിങ്ങളും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാത്തത്. പക്ഷേ ഇതിനൊന്നും സമ്മതിക്കാതെ നമ്മിൽ സജീവമായ ഒരു ശക്തിയുണ്ട്. അത് പദ്ധതി ഒരുക്കിയ പിതാവിൻ്റേതാണ്, ഉദ്ധിതനായ ക്രിസ്തുവിൻ്റേതാണ്. പരിശുദ്ധാത്മാവെന്ന സർവമായി നമ്മളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ഉറപ്പാണ്. ഈ ഉറപ്പിൽ മുന്നോട്ട് പോവുക. ഒന്നിനും നിങ്ങളെ തളർത്താൻ കഴിയുകയില്ല. ഇത് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. ഈശോ പറയുകയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം. പരിശുദ്ധാത്മാവ് വന്നു കഴിയുന്നതോടെ നിങ്ങൾ ചെതറിക്കിടക്കുന്നവരെല്ലാം ശക്തരായി മാറും. നമുക്കറിയാം ആ സമയത്ത് അവരെന്തുമാത്രം ഭയത്തിലായിരുന്നു ഉണ്ടായിരുന്നത്, എത്രമാത്രം ഭയത്തിൻ്റെ അടിമത്തത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം നേർച്ചക്കോഴികളെ പോലെ ക്രൈസ്തവർ കൊല്ലപ്പെടുന്ന കാലം, അവർക്ക് നേരെ നിന്ന് സംസാരിക്കാൻ ത്രാണിയില്ലാത്ത കാലം, അഡ്രസ് ഇല്ലാത്ത കാലം, ലേബൽ മുറി അടച്ചകത്തിരിക്കുന്ന കാലം, കട്ടിലിൻ്റെ അടിയിൽ ഒളിച്ചിരിക്കുന്ന കാലം, പുറത്ത് കണ്ടാൽ കാണുന്ന ക്ഷണത്തിൽ കൊന്നുകളയുന്ന കാലം. ആ കാലത്ത് പദ്ധതി ഒരുക്കിയ പിതാവും ഉദ്ധിതനായ ക്രിസ്തുവും പരിശുദ്ധാത്മാവും കൂടെ സജ്ജമായപ്പോൾ അരാമ്യ ഭാഷയുടെ അറ്റം അറിയാവുന്നവർ ഭൂമിയുടെ അറ്റത്തോളം കർത്താവിൻ്റെ സാക്ഷിയാവുക എന്ന ദൗത്യത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചു. ആദ്യം നമ്മൾ കാണുന്നത് നമ്മുടെ പരിമിതികളാണ്. ഇത് നമ്മുടെ എല്ലാ ഒരു പ്രശ്നമാണ്.
നമ്മൾ നമ്മുടെ പരിമിതികൾ ആദ്യം കാണും. എനിക്കതില്ലല്ലോ, എനിക്കിതില്ലല്ലോ. പക്ഷേ ആവർത്തിച്ച് ഞാൻ പറയട്ടെ, പരിമിതികൾ കാണുന്നതിനപ്പുറത്ത് പരിശുദ്ധാത്മാവിൽ നിറയുക. പരിമിതികൾക്കപ്പുറത്ത് പരിശുദ്ധാത്മാവിൽ നിറയുക. ഞാൻ വ്യക്തമായിട്ട് പറയാം, മിക്കവാറും സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രതിസന്ധികളുടെ നടുവിൽ നമ്മുടെ പരിമിതികളെയാണ് പിശാചും ലോകവും നമ്മളെ കാണിക്കുന്നത്. നിനക്കതില്ലല്ലോ, നിനക്കിതില്ലല്ലോ, നീ അങ്ങനെയല്ലേ, നീ ഇങ്ങനല്ലേ. പരിമിതികളെ കാണുവാൻ ലോകം ആവശ്യപ്പെടുമ്പോൾ ദൈവം ആവശ്യപ്പെടുന്നു, നിന്നിൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കാണുക. 2 ഓപ്ഷൻ നമുക്കുണ്ട്. ഒന്നുകിൽ എൻ്റെ പരിമിതിയെ കാണാം, രണ്ടാമത്തെ ഓപ്ഷൻ എന്നിൽ പകരപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കാണാം. പരിശുദ്ധാത്മാവിനെ കാണുന്നവൻ ശക്തിയെ പുതുക്കും, അവൻ ചിറകടിച്ചുയരും. അവൻ പറയും, എന്നിൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ എനിക്കിത് സാധ്യമാണ്. പരിമിതിയെ കാണുന്നവൻ, അയ്യോ ഞാൻ പരിമിതനായി പോയല്ലോ എന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവൻ ഇതാ മുന്നോട്ട് നീങ്ങുകയാണ് എല്ലാത്തിനെയും കീഴടക്കുവാനായി. അതെ, നിങ്ങൾ എല്ലാത്തിനെയും കീഴടക്കുന്ന വ്യക്തിയാണ്. അതിനായി ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നു. ഒരു സംശയത്തിനും ഇനി ഇടമില്ല. ഇത് വ്യക്തമായിട്ട് യേശു പറയുകയാണ്. തിബരിയാസിൻ്റെ കടൽക്കരയിൽ നിന്ന് തപ്പിപ്പിടിക്കുകയാണ് ശിഷ്യന്മാരെ യേശു. നിങ്ങൾ ആ രംഗം കണ്ടിട്ടില്ലേ? വെയിലാറുന്ന സമയത്ത് ഏദനിൽ നടന്നവൻ ആ ഇരുട്ടി വെളുക്കുന്ന ആ തണുത്തുറഞ്ഞ ആ പ്രഭാതത്തിൽ തിബരിയാസിൻ്റെ കടൽക്കരയിൽ നടക്കുകയാണ്. ആദമേ നീ എവിടെയെന്ന് ചോദിച്ചയാൾ പത്രോസേ നീ എവിടെയെന്ന് ചോദിക്കുകയാണ്. അത്രമാത്രം എത്ര ദൂരം നിന്നിൽ നിന്ന് ഞാൻ ഓടിപ്പോയി, അത്രമാത്രം നീ എന്നെ കാത്തിരുന്നു. കാത്തിരിക്കുന്ന കർത്താവിൻ്റെ കരമിത നമുക്ക് അനുകൂലമായി വ്യാപിക്കുന്നു. എന്നാൽ പിന്നീട് നമ്മൾ ശിഷ്യന്മാർ കഴിഞ്ഞിടയ്ക്ക് ഞാൻ വായിക്കുകയാണ്, എൻ്റെ ദൈവമേ ഇവരാണോ അവരെന്ന് ചോദിക്കുന്ന തരത്തിലുള്ള അതിഭയങ്കര മാറ്റം ശിഷ്യന്മാരുടെ ജീവിതത്തിൽ. അല്പനേരം ഒന്ന് വിളിച്ച് കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ വിളിച്ചപ്പം ഉറക്കവും കൂർക്കവും ഊർക്കം വലി കേട്ട് നമുക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ ഇരുന്ന ശിഷ്യന്മാർ മുട്ടിപ്പായി പ്രാർത്ഥിക്കണമെന്നുള്ള ലേഖനം എഴുതുന്നു, ഇടവിടാതെ പ്രാർത്ഥിക്കാനുള്ള ലേഖനം എഴുതുന്നു. അല്പനേരം എൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചിട്ട് പ്രാർത്ഥിക്കാൻ പറ്റാതെ നിദ്രാവിശനായി ഉറങ്ങിപ്പോയ ശിഷ്യന്മാരിതാ പ്രാർത്ഥനയുടെ പ്രാധാന്യം പറഞ്ഞുകൊണ്ട് ലേഖനം എഴുതുന്നു. എവിടുന്നാണ് ഈ മാറ്റം വന്നതെന്ന് അറിയാമോ? ഇതാണ് ഞാൻ പറഞ്ഞത്. പിതാവിൻ്റെ പദ്ധതിയിലാണ് ഞാൻ ചലിക്കുന്നത്, ഉദ്ധിതനായവൻ എൻ്റെ ഉള്ളിലുണ്ട്, പ്രേരക ശക്തിയായി പരിശുദ്ധാത്മാവിനെ നയിക്കുന്നു. ഇത് മൂന്നും തിരിച്ചറിയുന്ന ഒരു വ്യക്തിക്കും പരാജയപ്പെടാൻ കഴിയുകയില്ല. ഞാൻ ആവർത്തിച്ചുറപ്പിച്ച് പറയാം, നിങ്ങൾക്ക് തോൽക്കാൻ കഴിയുകയില്ല. തോൽപ്പിക്കാൻ ആര് ശ്രമിച്ചാലും വെട്ടിയിട്ടിടത്തുനിന്ന് പൊട്ടിക്കിളർക്കുന്ന മുള പോലെ നിങ്ങൾ വളർന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഈ 3 കാര്യം ആവർത്തിച്ച് ഒന്നുകൂടെ പറയാം. 1, പിതാവിൻ്റെ പദ്ധതി. 2, ഉദ്ധിതനായ ക്രിസ്തു എന്നിലിരിക്കുന്നു, പുനരുദ്ധാനം ചെയ്തവൻ എൻ്റെ ഉള്ളിൽ. 3, സ്വർഗത്തിൽ നിന്ന് വന്ന പരിശുദ്ധാത്മാവെന്നിൽ സജ്ജമായിരിക്കുന്നു. ഇത് ഞാൻ തിരിച്ചറിയുന്ന നിമിഷത്തിൽ തന്നെ ചിറകടിക്കുകയാണ്. അതിൻ്റെ സമയമാണ്. കൃപയുടെ നീർച്ചാലുകൾ ഷാലോം ടെലിവിഷനിലൂടെ ഇന്ന് കാണുമ്പോൾ എൻ്റെ പ്രാർത്ഥന ഇതാണ്, ദൈവമേ പിതാവിൻ്റെ പദ്ധതിയിൽ സഞ്ചരിക്കാൻ, ഉദ്ധിതനായവനോടൊപ്പം സഞ്ചരിക്കാൻ, അതെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ആശ്രയിക്കാൻ ധാരാളമായി കൃപ ചൊരിയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ കൃപയുടെ നീർച്ചാലുകളിൽ വ്യക്തികളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്ന അത്ഭുതങ്ങളുടെ സാക്ഷ്യങ്ങൾ. ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ ഓർക്കുക, മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കാൻ ഈ സാക്ഷ്യത്തിന് കഴിയും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥനാ നിമിഷം ഏറ്റവും ധന്യമാവുവാനായിട്ട് പരിശുദ്ധ അമ്മയുടെ, ഭാഗ്യപ്പെട്ട ഔസേപിതാവിൻ്റെ, സ്വർഗീയ മാലാഖമാരുടെ സകല സംഘങ്ങളുടെയും കൂട്ടായ്മയെ സ്വീകരിച്ചുകൊണ്ട് ನಿಮ್ಮ ಸೌಖ್ಯ ಸ್ವೀಕರಿಸು. What is your problem? Which leg you have problem? ಯಾವ ಕಾಲಿಗೆ ನಿಮಗೆ ತೊಂದರೆ? Left leg. ಎಡಕಾಲಿಗೆ. What is this problem, brother? ಏನಾಗಿದೆ ತೊಂದರೆ? When you walk you will get twisted, huh? Yes. For the left leg. ಎಡಕಾಲಿ. It's getting weak, huh? ಅದು It's ಬಲ. been how many years? ಎಷ್ಟು ವರ್ಷದಿಂದ? Gradually increasing. It started increasing gradually. Yes. Hallelujah. Brother, you have to believe this, okay? ನೀವು ಇದನ್ನು ನಂಬಿ, ನಾನು ಹೇಳುತ್ತಿರುವುದನ್ನೊಮ್ಮೆ ನಂಬಿ. Pramod brother, come Pramod brother. We will pray for him. Hallelujah. You too pray. ನಾವು ಎಲ್ಲರೂ ಪ್ರಾರ್ಥಿಸಿ. Left leg. ಎಡಕಾಲು.
Jesus is the one. യേശു സ്വാമി. നാല് വചനത്തിന്റെ അഭിഷേകം മകന്റെ കാലുകളിലേക്ക് ഇപ്പോൾ വ്യാപരിക്കട്ടെ. Brother, ಬ್ರದರ್, can you believe that you are going to run here? ನೋಡಿ ನೀವು ನಂಬುತ್ತೀರಾ? ಇಲ್ಲಿಂದ ನೀವು ಓಡಿ ಹೋಗ್ತೀರಾ So ಎಂದು? I'm believing. Yes, I'm believing. You are believing that? ನೀವು Yes, ನಂಬುತ್ತೀರಾ? You are going to run here. ನೀವು ಇಲ್ಲಿಂದ ಓಡಿ ಹೋಗ್ತೀರಿ In the name of Jesus. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ. ಇಲ್ಲಿಂದ ಓಡಿ ಹೋಗ್ತೀರಿ. Presence of God is moving. ದೇವರ ಸಾನ್ನಿಧ್ಯ ಇಲ್ಲಿದೆ. Presence of God is moving. ದೇವರ ಸಾನ್ನಿಧ್ಯ ಇಲ್ಲಿ ಚಲಿಸುತ್ತಿದೆ. Receive the strength. ಆತ್ಮದಲ್ಲಿ ಸ್ವೀಕರಿಸಿ Receive the strength. ಶಕ್ತಿಯನ್ನು ಪಡೆದುಕೋ. Brother Anto bought him with a great faith. ನೋಡಿ, ಬ್ರದರ್ ಆಂಟೋ ದೃಢ ವಿಶ್ವಾಸದಿಂದ ಅವರನ್ನು ಇಲ್ಲಿ ತಂದಿದ್ದಾರೆ. From 300 kilometers they are coming. 300ಕ್ಕಿಂತಲೂ ಹೆಚ್ಚು ಕಿಲೋಮೀಟರ್ ದೂರ ಪ್ರಯಾಣ ಮಾಡಿ Just to receive this touch. ನೋಡಿ, ಸೌಖ್ಯವನ್ನು ಪಡೆಯಲಿಕ್ಕಾಗಿ. Say that, Jesus, I want to walk. Jesus, I want to walk. I want to run. I want to run. I want to go for Jesus. I want to go for Jesus. I want to work for Jesus. I want to work for Jesus. Jesus, Jesus, heal me. give me. Yes, brother. Your right leg is getting strength. ನಿಮ್ಮ ಎಡ ಕಾಲಿಗೆ ಶಕ್ತಿ It ಬರುತ್ತಾ is ಇದೆ. getting strength. ಇದಕ್ಕೆ ಶಕ್ತಿ ಬರುತ್ತಾ It ಇದೆ. is getting strength. ಈ ಶಕ್ತಿ ಬರುತ್ತಾ ಇದೆ. You are going to get up. ಎದ್ದೇಳಿ. You are going to get up. ನೀವು ಎದ್ದು ನಿಲ್ಲುತ್ತೀರಿ. You are going to run. ನೀವು ಓಡುತ್ತೀರಿ. It is God's time. ಇದು ದೇವರು It is ಮಾಡುವುದು. God's time. ಇದು ದೇವರ ಸಮಯ. Name of Father, Son and Holy Spirit. Pitana Preeti, Sutana Kripe, Atmana, all of you say, Pitana ಎಲ್ಲರೂ ಹೇಳಿ, Preeti, ಎಲ್ಲರೂ ಹೇಳಿ. Sutana Kripe, Atmana Anyanyate. ಹೇಳಿ. Once again, Pitana ಎಲ್ಲರೂ Preeti, ಗಟ್ಟಿಯಾಗಿ. ಪಿತನ ಪ್ರೀತಿ, ಸುತನ ಕೃಪೆ, ಆತ್ಮನ ಅನ್ಯೋನ್ಯತೆ. ಹೇಳಿ. Pitana Preeti, ಸುತನ ಕೃಪೆ, ಆತ್ಮರ ಅನ್ಯೋನ್ಯತೆ. Pitana Preeti, ಸುತನ ಕೃಪೆ, ಆತ್ಮರ ಅನ್ಯೋನ್ಯತೆ. ಪಿತನ ಪ್ರೀತಿ. give him space, give him space. Give him space. ಅವರಿಗೆ ಸ್ವಲ್ಪ If ಸ್ಥಳ you are ಕೊಡಿ. believing he is going to run, then you have to give him space. ನೋಡಿ, ಇವರು ನಂಬಿದರೆ ಅವರು ಓಡಿ ಹೋಗ್ತಾರೆ. ಈಗ ಅವರಿಗೆ ಜಾಗ ಕೊಡ್ಬೇಕು ಓಡುವಾಗ. Hallelujah. ಹಲ್ಲೆಲೂಯಾ, Hallelujah. ಹಲ್ಲೆಲೂಯಾ. The name, oh, same time she is receiving strength. ನೋಡಿ, ಆಕೆಗಿಗೂ ಸೌಖ್ಯ ಸಿಗ್ತಾ ಇದೆ. Pray, pray, pray. ಪ್ರಾರ್ಥಿಸಿ, ಪ್ರಾರ್ಥಿಸಿ. Amma, come pray for her, pray for her, ಅವರಿಗಾಗಿ pray ಪ್ರಾರ್ಥಿಸಿ. for her, ಆಕೆಗಾಗಿ Pray for her, ಪ್ರಾರ್ಥಿಸಿ, pray for her. ಪ್ರಾರ್ಥಿಸಿ. pray for her, pray for her. She is also receiving. ಆಕೆಗೂ ಸೌಖ್ಯ ಸಿಗ್ತಾ ಇದೆ. She is also receiving. Get up and pray. Get ಎದ್ದು up and pray. ಪ್ರಾರ್ಥಿಸಿ, Come, ಎದ್ದು come, come, ಪ್ರಾರ್ಥಿಸಿ. pray. She is also getting up. The name of Jesus. ಯೇಸುವಿನ The name of ನಾಮದಲ್ಲಿ, Jesus. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ, The name of Jesus. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ, The name of Jesus. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ. Get up. ಎದ್ದೇಳು, Ah, walk. ಓಡು, ನಡೆ, Walk. ನಡೆ, ನಡೆ, Ah, ah. Walk. Walk. ನಡೆ, Walk. ನಡೆ, Walk. ನಡೆ, Walk. ನಡೆ, Walk. ನಡೆ. Walk freely. ಸ್ವತಂತ್ರವಾಗಿ Walk ನಡೆ, freely. ಸ್ವತಂತ್ರವಾಗಿ ನಡೆ, Walk freely. ಸ್ವತಂತ್ರವಾಗಿ ನಡೆ, Walk freely. ಸ್ವತಂತ್ರವಾಗಿ ನಡೆ. Jesus is giving you the strength. ಯೇಸು ನಿಮಗೆ ಶಕ್ತಿ ಕೊಡುತ್ತಿದ್ದಾರೆ. You won't fall, brother. ಫ್ರೀ ಆಗಿ ನಡೆದು ಬನ್ನಿ. You won't fall. ನೀವು ಬೀಳುವುದಿಲ್ಲ, You won't fall. ನೀವು ಬೀಳುವುದಿಲ್ಲ. He has given you the strength. ಆತನು ನಿಮಗೆ ಶಕ್ತಿ ಕೊಟ್ಟಿದ್ದಾರೆ. Rabba, 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 rabba. ಶಿವೇ, ಶಿವೇ, ಶಿವೇ. Go, go, go. Go to the Father. Go to the Father. Go to the Father. Ah, 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 ah. Go to the Father. Go to the Father and get the blessing. Shabara hana hana hana. Hallelujah, In the name of hallelujah. Jesus. ಶಿವೇ, ಶಿವೇ. This is the time. ഇതാಗಿದೆ സമಯ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സർവശക്തനായ ദൈവമേ, അവിടുത്തെ പ്രിയപുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശുവിൻ്റെ നാമത്തിൽ ഇന്നിപ്പോൾ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുമിക്കുകയാണ്. മാംസം ധരിച്ച വചനമേ, ശക്തമായി ഞങ്ങളിലേക്ക് ഇറങ്ങണമേ. ചൈതന്യത്തിൻ്റെ ശക്തിയെ പകരണമേ. ആളുമാറിയ അനുഭവത്തിൽ ഞങ്ങളെല്ലാവരെയും നയിക്കണമേ. ഇത് ദൈവത്തിൻ്റെ സമയമാണല്ലോ. ഈ വചനം ഇപ്പോൾ വ്യക്തികളോട് സംസാരിക്കട്ടെ.
പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ പരിശുദ്ധ അമ്മയെ പോലെ അമ്മ മാതാവിൻ്റെ ഹൃദയത്തിൽ ദൂതൻ അറിയിച്ച മുഴുവൻ ആകുലം നിറഞ്ഞ വാക്കുകൾക്കുള്ള ഉത്തരമായി ദൂതൻ പറഞ്ഞ വാക്കാണ് തറച്ചു കയറിയത്. അത് മറ്റൊന്നുമല്ല, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. നിനക്കുള്ള ചോദ്യങ്ങൾ എല്ലാം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. കർത്താവേ, അതേ അവസ്ഥയിൽ ഇന്ന് അനിശ്ചിതത്വങ്ങളുണ്ട്, മക്കളുടെ അനിശ്ചിതത്വങ്ങളുണ്ട്, ഞങ്ങൾ കടന്നു പോകുന്ന പ്രത്യേക പ്രതിസന്ധികളുണ്ട്. ഈ പ്രതിസന്ധികളുടെ നടുവിൽ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യും, ചോദ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു കാര്യം ഞങ്ങൾക്കറിയാം, പരിശുദ്ധാത്മാവിൽ നിറയാനുള്ള സമയമാണിത്. പരിശുദ്ധാത്മാവിൽ നിറയാനുള്ള സമയമാണിത്. അതിനുവേണ്ടി ഞങ്ങളെ സഹായിക്കണമേ. രോഗികൾ, ഇപ്പോൾ ടെലിവിഷനിലൂടെ രോഗസൗഖ്യം പ്രതീക്ഷിച്ചിരിക്കുന്ന മക്കൾ, അവർ രോഗമുള്ളിടത്ത് കൈവെക്കുമ്പോൾ നാഥ, ഇപ്പോൾ അവിടുന്ന് സ്പർശിക്കണമേ. അവിടുത്തെ സ്പർശനത്തെ അയക്കണമേ. നിത്യരാജാവേ, സർവശക്തനായ ദൈവമേ, അത്ഭുതകരമായ സ്പർശനത്തെ അയക്കണമേ. നിത്യമാഴും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, നിൻ്റെ മക്കൾ സൗഖ്യമാവട്ടെ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കും, അവിടുത്തെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കും. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അടുത്ത ആഴ്ച ഇതേ സമയത്ത് ഷാലോം TV-യിൽ വീണ്ടും നമ്മൾ കാണുന്നവരെ നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഒഴുകട്ടെ കൃപയുടെ നീർച്ചാലുകൾ.